മലയാളികൾക്ക് മറക്കാനാകാത്ത ചിരിക്കാലം സമ്മാനിച്ച സംവിധായകൻ ഷാഫിക്ക് വിട നൽകുകയാണ് നാട്. ഖബറടക്കം അല്പസമയത്തിനകം നടക്കും. കലൂർ ജുമാ മസ്ജിദ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. പ്രദീപ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ടായിരുന്നു. ഖബറടക്കവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ആര്യ, ഖബറടക്കത്തിന് വേണ്ടി സംവിധായകൻ ഷാഫിയുടെ ഭൗതിക ശരീരം കലൂർ ജുമാ മസ്ജിദിൽ എത്തിച്ചു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം മാറ്റും. കഴിഞ്ഞ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. ഈ മാസം 16-ാം തീയതിയാണ് ഷാഫിയെ ചേരാനല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത തലവേദനയും ഉറക്കമില്ലായ്മയും വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. ഒടുവിൽ ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് അന്ത്യമുണ്ടായത്. രാവിലെ 4 മണിയോടുകൂടി ഈ പള്ളിക്കടുത്ത് തന്നെയാണ്, കറുകപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കൊച്ചിൻ സഹകരണ ബാങ്കിൻ്റെ കലൂരിലെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി. രാവിലെ ഏതാണ്ട് 9 മുതൽ 12:30 മണി വരെ അവിടെ പൊതുദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ഇപ്പോൾ സംസ്കാരത്തിന് വേണ്ടി, ഖബറടക്കത്തിന് വേണ്ടി കലൂർ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിലെ നിരവധി പ്രമുഖർ ഉൾപ്പെടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി രാവിലെ വീട്ടിലും അതിനുശേഷം പൊതുദർശനത്തിന് വെച്ച സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലും എത്തിയിരുന്നു. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, കൂടാതെ മമ്മൂട്ടി, നിരവധി ചലച്ചിത്ര പ്രതിഭകൾ, നിരവധി സംവിധായകർ, മറ്റ് സാങ്കേതിക വിദഗ്ധർ, നിർമ്മാതാക്കൾ, അങ്ങനെ എല്ലാവരും ഒരുപാട് പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. നമുക്കറിയാം, സംവിധാനം ചെയ്ത സിനിമകളിൽ ഏതാണ്ട് 90% സിനിമകളും ഹിറ്റാക്കി മാറ്റിയ ഒരു സംവിധായകൻ എന്നുള്ള വിശേഷണത്തിൽ കൂടിയാണ് ഷാഫി മടങ്ങുന്നത്. ഷാഫിയുടെ പല ചിത്രങ്ങളിലെയും കഥയും കഥാപാത്രങ്ങളും ഒക്കെ മലയാളികളായ ഏതാണ്ട് എല്ലാ പ്രേക്ഷകരുടെയും തന്നെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഓർത്തോർത്ത് ചിരിക്കാൻ സാധിക്കുന്ന, അതല്ലെങ്കിൽ ട്രോളുകളായി നിറയുന്ന, പ്രേക്ഷകരുടെ ഓർമ്മയിൽ നിറയുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹം ഒരുക്കിയ ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളും തന്നെ. 17 ചിത്രങ്ങളാണ് ഷാഫി സംവിധാനം ചെയ്തത്. ഈ ചിത്രങ്ങളിൽ ബഹുഭൂരിഭാഗവും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ, സൂപ്പർ ഹിറ്റാക്കിയ, ഇന്നും ഓരോ പ്രേക്ഷകൻ്റെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കഥാപാത്രങ്ങൾ. ഒരുപക്ഷെ നായകനോട് ഒപ്പം തന്നെ, അതല്ലെങ്കിൽ നായകനേക്കാൾ കൂടുതൽ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഹാസ്യ കഥാപാത്രങ്ങൾ ഒരുക്കിയ ആളാണ് ഷാഫി. ആ ഷാഫിക്ക് നാടും ചലച്ചിത്ര ലോകവും ഒക്കെ അല്പസമയത്തിനകം തന്നെ വിട നൽകും. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കലൂർ ജുമാ മസ്ജിദ് പള്ളിക്കുള്ളിൽ പ്രാർത്ഥനകൾക്കായി മാറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഖബർസ്ഥാനിലേക്ക് എടുക്കും. മലയാള ചലച്ചിത്രം ലോകം അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്, അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. 95-ൽ രാജസേനന്റെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ സംവിധാന സഹായിയായിട്ടാണ് ഷാഫി ചലച്ചിത്ര രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. 2001-ൽ ജയറാം നായകനായ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനായി മാറിയത്. രണ്ടാമത്തെ ചിത്രം കല്യാണരാമൻ. ഇന്നും മലയാളികൾ ആ സിനിമയിൽ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും ആസ്വദിച്ച് ചിരിക്കുന്ന കല്യാണരാമൻ വൻ ഹിറ്റായതോടുകൂടി ഷാഫി മലയാള സിനിമയിൽ തൻ്റെ സ്വന്തം ഇരിപ്പിടം ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ്, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ എത്രയോ ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് ഷാഫിയുടെ മടക്കം. ആകെ 17 സിനിമകളാണ് സംവിധാനം ചെയ്തത്. പ്രദീപ്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, രാവിലെ മുതൽ തന്നെ മലയാള സിനിമാ ലോകം ഒന്നടങ്കം അദ്ദേഹത്തിന് അന്ത്യമൊഴി ഏൽക്കാൻ വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹം വളരെ അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തലവേദന എന്ന് പറഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോയത്. പിന്നീടാണ് ആരോഗ്യാവസ്ഥ മോശമായതെല്ലാം. തീർത്തും അപ്രതീക്ഷിതമായൊരു വിയോഗം. തീർച്ചയായും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗം എന്നതിനെ പറയേണ്ടിയിരിക്കുന്നു. 57-ാം വയസ്സിലാണ് ഷാഫി നമ്മോട് വിട പറയുന്നത്. ഈ സംവിധാനം ചെയ്ത 17 ചിത്രങ്ങളിൽ ഏതാണ്ട് എല്ലാ സിനിമകളിലെയും തന്നെ കഥാപാത്രങ്ങളെ മലയാളി പ്രേക്ഷകർ എക്കാലവും ഓർത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സംവിധായകനായ സിബി മലയിൽ ഇന്ന് രാവിലെ പറഞ്ഞത്, ഷാഫി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിലെ അഭിനേതാക്കൾ അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ, അവ ഒരിക്കലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് മായില്ല. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സൃഷ്ടിച്ചത് എന്നായിരുന്നു സിബി മലയിലെ വാക്കുകൾ. അതുപോലെ തന്നെ നിർമ്മാതാവായ എം രഞ്ജിത്ത് പറഞ്ഞതും സമാനമായ വാക്കുകൾ തന്നെയാണ്. എല്ലാവരോടും ഏറ്റവും അങ്ങേയറ്റം സൗഹൃദം പുലർത്തിയിരുന്ന
സരസമായി സംസാരിച്ചിരുന്ന, എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്കാവും ഷാഫി അറിയപ്പെടുക എന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞത്. ചലച്ചിത്ര മേഖലയിലെ എല്ലാ ആളുകൾക്കും ഏതാണ്ട് സമാനമായ ഓർമ്മകൾ തന്നെ, അല്ലെങ്കിൽ അനുഭവങ്ങൾ തന്നെ, അതുമല്ലെങ്കിൽ സമാനമായ വാക്കുകൾ തന്നെയാണ് ഷാഫിയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് സംവിധായകനും കഥാകൃത്തുമായ റാഫിയുടെ വഴിയിലൂടെയാണ് ഷാഫിയും സിനിമയിലേക്ക് എത്തിയത്. മലയാളികൾ ഏവരും സ്നേഹിച്ചിരുന്ന സംവിധായകനായിരുന്ന സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എന്ന് പറയാവുന്ന അത്രയും അടുത്ത ബന്ധമുള്ള ആളാണ്. അങ്ങനെ പാരമ്പര്യമായി തന്നെ ഒരു ചിരി വഴിയിലൂടെ വന്നയാളാണ് ഷാഫി എന്ന് പറയുന്നത്. ആ ഷാഫിയെ ഈ മാസം 16-ാം തീയതിയാണ് കടുത്ത തലവേദനയും മറ്റും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് കബറടക്ക ചടങ്ങുകൾ അത് ആരംഭിക്കുകയാണ്. മലയാള സിനിമയിൽ ഇന്നും ഓർക്കുന്ന, നമ്മളെല്ലാവരും ഓർത്തു ചിരിക്കുന്ന, നമ്മുടെ ഫോണുകളിലൊക്കെ മീമായും അങ്ങനെ വരുന്ന എത്രയോ കഥാപാത്രങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ചാണ്. അതിപ്പോൾ കല്യാണരാമനിലെ പൂഞ്ഞിക്കരയാണെങ്കിലും ശരി, പുലിവാൽ കല്യാണത്തിലെ മണവാളനാണെങ്കിലും ശരി, ചട്ടമ്പനാടിലെ ദശമൂലം ദാവു ആണെങ്കിലും ശരി, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ, മലയാളി ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ മടക്കം.